ഞാൻ ഇതവിടെ വീണു. ഞാനവിടെ വീണു. ചത്തിട്ടില്ല ഞാൻ. അയ്യോ, ഇത്ര വേദനയിലും വീഡിയോ എടുത്ത് ഞങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കുന്ന താങ്കളെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. ഈ ബാക്ക് പാക്കർ അരുണിമയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരത്തി 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് കരഞ്ഞുകൊണ്ട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ തറയിൽ മറിഞ്ഞ് വീണു, എൻ്റെ കൈ മുറിഞ്ഞു, എൻ്റെ മുഖം മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റ് ഉണ്ട്. ഈ തറയിൽ വീണ് ഇത്രയും വേദന കൊണ്ടിരുന്നിട്ട് പോലും ക്യാമറയുടെ മുന്നിൽ കരയാൻ കാണിച്ച ആ ഒരു മനസ്സ് ആരും മറന്നു പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഊക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അരുണിമയുടെ കണ്ടന്റ് ഇപ്പോൾ ഒരു മനുഷ്യർക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ കോപ്പറേറ്റ് സ്ട്രൈക്ക് അടിക്കുക. അതായത് വിമർശനം പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമല്ല. പുള്ളിക്കാരത്തിക്ക് എന്തും വിളിച്ച് പറയാം, ബാക്കിയുള്ളവർ പ്രതികരിക്കുന്നപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഈ റിയാക്ട് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും പുള്ളിക്കാരത്തി സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ട്രൈക്ക് അതേപോലെ പൊട്ടിച്ച് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പക്ഷേ മേ ബി ഈ ഒരു വീഡിയോയും സ്ട്രൈക്ക് അടിക്കുമായിരിക്കും. എനിക്ക് ഒരു പ്രശ്നവുമില്ല, അത് ഞാൻ കൗണ്ടർ അടിച്ച് തിരിച്ചെടുത്തോളാം. അതുകൊണ്ട് വെറുതെ ഈ ഒരു കാര്യത്തിൽ മെനക്കെടാൻ വേണ്ടി നിൽക്കരുത്. അപ്പം അരുണിമ ഒരു കാര്യം മനസ്സിലാക്കിക്കണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും വിമർശനം എന്ന് പറയുന്നൊരു സാധനം വരും. പ്രത്യേകിച്ച് നിങ്ങളുടെ വീഡിയോയുടെ താഴെ നിങ്ങളോട് അത്രയും അങ്ങ് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആരും വന്ന് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇടത്തില്ലായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം, എന്നിട്ട് സംസാരിക്കാം. ഞാൻ ഇതവിടെ വീണു. ഞാനവിടെ വീണു. ചത്തിട്ടില്ല ഞാൻ. അയ്യോ, ഞാനിത് നടന്ന് ഇതുവഴി വരുമായിരുന്നു. ഞാനിവിടെ ചവിട്ടി ഞാൻ താഴെത്തി. അയ്യോ, താഴെ നിൽക്കുന്ന ആ ഒരു പയ്യൻ ചിരിച്ചോണ്ട് ഓടുന്നത് കണ്ടോ? ഞാൻ താഴെത്തി. എൻ്റെ കാല് എനിക്കൊന്നും പറ്റുള്ളൂ. നോക്ക്, എൻ്റെ കൈ നോക്ക്. എന്തോ പറ്റി എനിക്ക് കൈയിനകത്ത് ബ്ലഡ് ആയതുകൊണ്ടാ. നീലേ എൻ്റെ കാലൊക്കെ എവിടേക്കോ പ്രശ്നമുണ്ട്. മുഖമൊക്കെ എന്തോ പോലെ എന്തോ ആയിട്ടുണ്ട്. ഇവിടെ ഇടിച്ച് താഴെ ഇടിച്ച് എന്തൊക്കെയോ ആയി. നോടി കിടക്കാം. സംഭവം പുള്ളിക്കാരത്ത് വീണ്, അത് ഞാൻ സമ്മതിക്കാം. അത്യാവശ്യം കുറച്ച് ഇഞ്ചുറിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഇത്ര നിലവിളിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സമയത്തും ക്യാമറയും പിടിച്ചുകൊണ്ട് വീഡിയോ ഉണ്ടില്ല. അതാണ് ഏറ്റവും വലിയ കണ്ടൻറ്റ്. അരുണിമയുടെ തമ്മിലൊക്കെ ഒന്ന് കാണണം, ഞാൻ അവിടെ സൈഡിൽ കാണിക്കാം. ഇതാണ് കണ്ടൻറ്റ്. അപ്പം എങ്ങനെയെങ്കിലും കണ്ടൻറ്റ് മാക്സിമം സെല്ല് ചെയ്യണ്ടേ. ഇങ്ങനെ ഞാൻ തറയെ വീണു, ഞാൻ ജാവാറായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിരുന്ന് കാണത്തുള്ളൂ. റീച്ച് കുറയുമ്പോഴത്തേക്ക് അരുണിമ ഇങ്ങനെയാണ്, കരച്ചിലുമായിട്ടൊക്കെ ഇറങ്ങിക്കോളൂ. ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ US പോയ സമയത്ത് ഉണ്ടായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം അവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അരുണിമ അതൊക്കെ മറന്നുപോയി കാണുമായിരിക്കും. പക്ഷെ ജനങ്ങൾക്കെല്ലാം അത് ഓർമ്മയുണ്ട്. ഇടയ്ക്ക് കരച്ചിലൊക്കെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. സ്റ്റോപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനയമാണെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് അതിനുമ്പ് നിങ്ങൾക്ക് മേ ബി ചിലപ്പം വേദനയൊക്കെ ഉണ്ടായിരിക്കും, മനസ്സിലായി. പക്ഷെ അതിന് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്നിട്ട് അത് ഒരുപാട് അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആരും വിശ്വസിക്കത്തില്ല. മുറിവുണ്ട്, എനിക്ക് നല്ല വേദനയുണ്ട്, പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ശരിയാണ്. ഞാനത് കണ്ടിട്ട് അത് കള്ളമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഐ മീൻ മുറിവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ അഭിനയമാണ് സത്യം പറഞ്ഞാൽ സഹിക്കാത്തത്. ഇതെവിടെ തടിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര കൈ കുത്തി വീണ സമയത്ത് കൈ ഒന്ന് തടിച്ച്, മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും അതെല്ലാവർക്കും വരുന്നതാണ്. അതിന് ഇങ്ങനെ കിടന്ന് നിലവിളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാനിവിടെ ഒരു കമൻറ്റ് വായിക്കാം. ഇത്ര വേദനയിലും കരയുന്ന മുഖം കാണാൻ ശ്രദ്ധിച്ച് ക്യാമറ പിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണാതെ പോകരുത്. സത്യമാണ്, ഇത്രയും വേദന ഉണ്ടായിട്ടുണ്ടല്ലോ പുള്ളിക്കാരത്തി കറക്റ്റ് ആംഗിളിലൊക്കെ എടുത്ത് പിടിച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടായ്പകളായിട്ടൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ വരും, ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻസ് വരും. ഇനി ഇതിൻ്റെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാനോ കോപ്പിറൈറ്റ് അടിക്കാനോ ഒന്നും ദൈവത്തെ ഓർത്ത് നിൽക്കരുത്. കാര്യം ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പോലും നിങ്ങൾക്ക് നേരിടാൻ വയ്യെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്? വേദന എടുക്കണം, എനിക്ക് വേദന ഒന്നും സഹിക്കാൻ പറ്റില്ല. ഈ ചെറിയ വിരലുകൊണ്ട് ഇത്രയും തടിച്ചിരിക്കണ്. ഇവിടെ എനിക്ക് അനക്കാൻ പറ്റണില്ല, ഭയങ്കര വേദന. ഇവിടെ എന്തെങ്കിലും നീല കളറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തടിച്ചിട്ട് നീലയായി. അവിടെ ഇങ്ങനെ ചെറിയ പൊട്ടലുണ്ട്, ഇങ്ങനെ ചിരകി പൊളിഞ്ഞേക്കുന്നത്. ഇതിന് എൻ്റെ കാലിൻ്റെ നഖമൊക്കെ പോയി. കണ്ടോ, കാലിൻ്റെ നഖം കണ്ടോ? നോർമലിയുള്ള നഖം എങ്ങനെയാ നോക്കി? നോർമലി ഇങ്ങനെ ഇവിടെ ഉരഞ്ഞിട്ട് എന്തോ ആയി. ഇവിടെ ഉരഞ്ഞിട്ട് വേദന എടുക്കും, ഭയങ്കര വേദന എടുക്കും. എൻ്റെ കാല് നോക്കി, എൻ്റെ കാല് കണ്ടോ? നോർമൽ നഖം, ഇത് പൊളിഞ്ഞ നഖമെല്ലാം പൊളിഞ്ഞു. സംഭവം സത്യമാണ്, വീണിട്ടുണ്ട്. പക്ഷെ വീണു എന്ന് വെച്ചിട്ട്
ഇങ്ങനെയൊക്കെയുള്ള പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നതങ്ങ് നിർത്ത്. സത്യം പറയാമല്ലേ, ഉള്ള കുറച്ച് നല്ല രീതിയിലുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അവരെയും കൂടെ വെറുപ്പിക്കുന്ന പരിപാടിയല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ കണ്ടിട്ടും വിശ്വസിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അതായത് അയ്യോ അവൾ ശരിക്കും കരയുവാണ്, അവൾ പൊട്ടിക്കരയുവാണ്, അവൾക്ക് ആരുമില്ല എന്നൊക്കെ. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയണം. അരുണിമ വീണ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരെ കളിയാക്കൊന്നുമല്ല, അവർ വീണിട്ടുണ്ട്, അവർക്ക് ഇഞ്ചുറി ഉണ്ട്. പക്ഷേ അവർ ഈ അമിതമായിട്ട് ഇങ്ങനെ കടന്ന് എന്താ പറയുക, വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വേറെ കമൻസ് കൂടെ ഞാനിവിടെ വായിക്കാം. കമൻറ്റ് ബോക്സിൽ ഇഞ്ചുറി കണ്ട് ആഹ്ലാദിക്കുന്ന കുറേ പേരെ കണ്ടു. കമൻറ്റ് 100+ ലൈക്കും. റിയൽ ലൈഫിൽ ഇവരെയൊക്കെ സൈക്കോപാത്ത് ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരാളുടെ മുറിവ് കണ്ട് സന്തോഷിക്കാനും ആഹ്ലാദം പ്രകടനം നടത്താനും കഴിയുന്നത്? ഇവിടെ ആരും ആഹ്ലാദിക്കുന്നതൊന്നുമില്ല. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നിയ സംശയങ്ങളാണ് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ അരുണിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റാണ് വായിക്കുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഇത് ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതിൽ അതായത് ഏതെങ്കിലും രീതിയിൽ വീഡിയോ റീച്ചാക്കി കഴിഞ്ഞാൽ ഗുണം ആർക്കാണ്? അവർക്കൊക്കെ തന്നെയാണ് ഗുണം. ഈ കമൻ്റ് ഇടുന്നത് നിങ്ങൾക്കൊന്നും ഒന്നും കിട്ടത്തില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടും തോറും വീഡിയോസ് ഇങ്ങനെ റെക്കമെൻഡേഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പം തെറി പറഞ്ഞാലോ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലോ നേട്ടം അവർക്കാണ്. മനസ്സിലായില്ലേ? ആരെയും ഭയങ്കര അമിതമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് പോയി സ്നേഹിക്കരുത്. സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇത്ര വേദനയിലും വീഡിയോ എടുത്ത് ഞങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കുന്ന താങ്കളെ എത്ര അഭിനന്ദിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. കാഴ്ചക്കാർ കുറഞ്ഞു വരുന്നു എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാടകവുമായി വരുന്നുണ്ട് ഈ സഹോദരി. ഈ കമൻസിനെല്ലാം അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കോണം. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ തെറി വിളിക്കാനും അരുണിമയുടെ കുറേ അന്ധമായിട്ടുള്ള ആരാധകരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് അരുണിമയുടെ കമൻറ്റ് ബോക്സ്. നല്ല കോമഡിയാണ്. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കാണാം. നഖമെല്ലാം പൊളിഞ്ഞു പോയി, വേദന എടുക്കുക, ഭയങ്കര വേദന എടുക്കുക. ഇവിടെയൊക്കെ തൊടാൻ പറ്റുന്നില്ല. ജീവൻ പോണ വേദന. ഇതിങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ ഉണ്ട്. കണ്ടോ, ഈ വിരലിങ്ങനെ ഷിവർ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഇതായിട്ട് എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര വേദന. എനിക്കറിയില്ല ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന്. എനിക്കിവിടെ വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേദന സഹിക്കാനുള്ള കഴിവ് തീരെയില്ല. ഇവിടെ ഇങ്ങനെ തൊടാൻ പോലും പറ്റണില്ല. ഇങ്ങനെ തൊട്ട് അയ്യോ ഒട്ടും വയ്യ ഇങ്ങനൊക്കെ എന്ന് പറഞ്ഞിട്ട് വേദനയുണ്ട്. അഫ്കോഴ്സ് അത് കറക്റ്റാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി ഇത്രയും സഫർ ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യണം. അതിനിങ്ങനെ നിലവിളിച്ചും കരഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് എന്തോ കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ US-ലായിരുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു. ആ പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരെന്നെ ഇറക്കി വിട്ടു എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വന്നിട്ട് സീൻ നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് അത് മാത്രമല്ല, അതിനെക്കാട്ടിയും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നടന്നിട്ടുണ്ട്. ഇവർ പല ആൾക്കാരുടെയും കൂടെ കാറിൽ പോകുന്ന സമയത്ത് എത്രയോ പേര് മോശമായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ട്. എന്നിട്ടും അരുണിമ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തോ പറ്റി. ഇവിടെ ഞാനത് ആക്ച്വലി താഴെ വീണിരുന്ന എൻ്റെ നടുവിടെ ഞാൻ താഴേക്ക് ഞാൻ പോയി. അപ്പോഴേ ഞാൻ കൈ വെച്ച് പിടിച്ചിട്ട് ഞാൻ നിന്നത്. ഒരൊറ്റ സെക്കൻഡിലാണ് ഞാനത് താഴെത്താണ്ടിരുന്നത്. ആ പലക ഞാൻ താഴ്ത്തിയില്ല. ആ ഗ്യാപ്പിൽ ഇങ്ങനെ പോയി, ഞാൻ പകുതി മുക്കാലും പോയി. എന്നിട്ട് ഞാൻ ആ പിടിച്ചു നിന്നത്, എൻ്റെ കൈ വെച്ച് ഞാൻ പിടിച്ചു നിന്നത്. എനിക്കിവിടേക്ക് വേദന എടുക്കുന്നുണ്ട്. എൻ്റെ ചന്തി കുത്തിയാണ് വീണത്. ആ ചന്തി സൈഡ് പിടിച്ചതായത് ഇടുപ്പും ഭയങ്കര വേദന. എനിക്ക് തലക്ക് കറങ്ങണം എന്തോ ആവുന്നു. ഇന്നലെ ഞാൻ വീണിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പോലും. ഇങ്ങനെ തല കറങ്ങുന്ന ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നു? ഇതെനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് തോന്നത്തില്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. മേ ബി എത്ര ക്യാമറയും പിടിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം ശരീരം വേദനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ നോക്കുമോ? നമ്മളൊന്ന് ഓക്കെ ആയതിനു ശേഷമല്ല ഉള്ള വീഡിയോ എടുക്കുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു വീഡിയോ എടുക്കുന്നത്? ആ ഒരു ടെക്നിക്ക് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നേനെ. പിന്നെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഇത് ഓക്കെയാണ്. ഇപ്പം കണ്ടില്ലേ, പിറ്റേ ദിവസം പുള്ളിക്കാരത്തി ഈ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു വിഷയം പ്രതികരിച്ചായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ മറ്റേത് എനിക്കത് അങ്ങോട്ട് പേഴ്സണലി ഉൾക്കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവരൊരു മരുന്ന് തന്നത് നമ്മൾ വേദനയൊക്കെ ഉള്ളത്. ആകെ ഈ ഒരു മരുന്നുള്ളൂ, അത് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നാണ് കേട്ടോ. പുച്ഛായിട്ടുണ്ട്. ഞാനിതാ എൻ്റെ കാലിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര സീനാണ് കണ്ടോ. ഈ കാലിൽ നഖം മൊത്തം പോയി. ഈ നഖം പോയി. രണ്ടെണ്ണവും ഇവിടെ ഇങ്ങനെയായി. ഇതുണ്ടോ, ഇതിനൊരു കുഴപ്പമില്ല.
ഞാൻ കാലിൽ നഖം വെട്ടിയായിരുന്നു ഇന്നലെ. ഇതൊന്നും വെട്ടാൻ പറ്റിയില്ല, കാരണം അവിടെ തൊടാൻ പോലും പറ്റില്ല, ഭയങ്കര വേദനയാണ്. എൻ്റെ ഈ ഷൂ ഇടാൻ പറ്റൂല. ആ ഷൂ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതാ ഇതാണ് കേട്ടോ ഇടുന്നത്, ചെരുപ്പാണ് ഇടുന്നത്. എന്ത് ചെയ്യാന്നറിയില്ല. ഇവിടുന്ന് ഇനി കുറച്ച് ഇൻ്റർനെറ്റ് രാവിലെ ആയിട്ട് ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇൻ്റർനെറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങനെ മാറണം എന്ന് ഓർത്തിട്ടിരിക്കുകയാണ്. സംഭവം ഇഞ്ചറിയും കാര്യങ്ങളും എല്ലാം ജെന്യുവനായിട്ടുള്ള കാര്യമാണ്. മേ ബി ഇത്ര പെയിൻ കാണുമായിരിക്കാം. എനിക്കത് കണ്ടിട്ട് എനിക്കത് അത്ര എന്താ പറയണ്ട, ഭയങ്കരമായിട്ട് ഓവറാക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി ഇനിയിപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഇങ്ങനെ ആയിരിക്കും, ബിഹേവിയർ ഇങ്ങനെയാണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ രീതിയിലൊക്കെ വന്നിരുന്നിട്ട് വീഡിയോ എടുക്കാനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ വിമർശിക്കും. ഇതിൻ്റെ താഴെ അരുണിമ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കിയതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ എന്ത് പറയണ്ട, അരുണിമ ഈ ഓടി നടന്ന് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു അരുണിമ നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കെതിരെ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ തംബ്നെയിൽ നിങ്ങൾ എടുത്ത് നോക്കണം. ഇവരുടെ തംബ്നെയിലകത്ത് ഇവർ മിസ്ലീഡിങ് കാണിക്കുന്നില്ലേ? ഇവരിപ്പം നമ്മളൊക്കെ മിസ്ലീഡിങ് വെക്കുന്നതിനകത്താണ് ഏറ്റവും വലിയ തെറ്റ്. അരുണിമ എന്തുമാത്രം മിസ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. കുറേ നാളുകൾക്ക് മുന്നേ അരുണിമയുടെ തംബ്നെയിലെ ചുറ്റിപ്പറ്റി നല്ല രീതിയിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊരു മനുഷ്യരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം ആവശ്യമില്ല, എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. അരുണിമയുടെ ഈ ഒരു വീഴ്ചയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.